ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബ്ലി ടേക്ക് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ആ ജാക്ക് ഫ്രൂട്ട് തോട്ടത്തിലേക്ക് കയറി നോക്കിയത് കേട്ടോ. അപ്പോൾ കുറേ എണ്ണം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴുത്തതൊക്കെ എടുത്തിട്ട് നമ്മൾ ഫാമിലി വീടുകൾക്കൊക്കെ ഓരോന്ന് വീതം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്രാവശ്യം നമ്മളും ജ്യൂസ് അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആൺപൂവും പെൺപൂവും ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പരാഗണം ചെയ്തും കൊടുക്കും വേണം, എന്നാലായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് കയറിയിട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഓരോന്ന് തന്നെ നല്ല കനമുണ്ട് കേട്ടോ. ഇത് സ്വർഗത്തിലെ പഴം എന്നും അറിയപ്പെടും കേട്ടോ ഈ ജാക്ക് ഫ്രൂട്ടിനെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത്. കടയിൽ ഇതിൽ 300 ചില്ലറൊക്കെ ഉണ്ട് ഇതിൻ്റെ വില. അപ്പോൾ വീഡിയോ സമയമുള്ളവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തതിന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലത് നല്ല വലിപ്പമുണ്ടാവും കേട്ടോ, ചിലത് ചെറുതായിരിക്കും. ഇതിപ്പം 3ാമത്തെ പ്രാവശ്യം ഇട്ടതും ഈ വള്ളിമ്മ തന്നെ ഇങ്ങനെ കായ്ക്കണേ. അപ്പോൾ വള്ളി മുരടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വലിപ്പം കുറവാണ്. ചിലവരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇതെങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന്. ഇതിങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം ഉണ്ടാവില്ല. ഇതിൻ്റെ നെട്ടി നല്ലോണം ഉറപ്പുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ നമുക്ക് ഓർഡർ വരാറുണ്ട്. അപ്പോൾ ഓർഡർ വരുന്നതൊക്കെ അവർക്ക് അങ്ങനെ കൊടുക്കും. പിന്നെ നമ്മൾ ഫാമിലി വീടുകൾക്കൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളെ ഫിനിമോൾ പറഞ്ഞിരുന്നു അവളെ ഫ്രണ്ടിന് വേണം സ്കൂൾക്ക് കേട്ടോ. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ, അവൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാം അവളെ ഫ്രണ്ടിനെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാൽ ജ്യൂസ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്കുള്ളത്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ നിറയെ കുരുകളായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തേക്ക് ഇതിൻ്റെ കുരുകളൊക്കെ എടുത്തതിൻ്റെ ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ ചുവപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുരു കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കഴമ്പ് സ്പൂൺ കൊണ്ട് നമ്മൾ ബട്ടർ ചുരണ്ടും പോലെ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ജ്യൂസ് നല്ലോണം കട്ടിയായിരിക്കും കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ 2 ഏലക്കായും ഇട്ടുകൊണ്ട് അത് ആദ്യം ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ കട്ടിയിലുണ്ട്. അതിന് ശേഷം അത്യാവശ്യം പാലൊഴിച്ചുകൊണ്ട് അതൊന്ന് വീണ്ടും അടിച്ചെടുത്തു. അപ്പോൾ അതെ ഈ രീതിയിലാണ് കേട്ടോ കിട്ടുക. നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഇത് നമ്മൾ പാല് ചേർക്കും തോറും കട്ടി കൂടി വരും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വർഗത്തിലെ പഴം എന്നറിയപ്പെടുന്ന ജാക്ക് ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഓരോരുത്തർക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഗ്ലാസ്സിലോട്ടാക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.